ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തായാലും പപ്പ ഓഫീസ് വിട്ട് വന്നപ്പോൾ തന്നെ ഹെഡ് ബേബി ഓടി അടുത്തെത്തിയിട്ട് പപ്പനെ പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സോപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് എന്തായാലും രാത്രിയാകുമ്പോൾ ഹെസ് ബേബിനെ കൊണ്ട് പുറത്ത് പോകണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. എനിവേ, പപ്പൻ്റെ പ്രോമിസ് പോലെ തന്നെ പപ്പ ഹെസ് ബേബിനെ എന്നെയും പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞങ്ങൾ കൂട്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദൂരത്തൊക്കെ ഒന്നുമില്ല കേട്ടോ, കുറച്ച് അടുത്തൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ പോയത്. നടക്കാനുള്ള ഡിസ്റ്റൻസിലേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഹെസ് ബേബിക്ക് കാറിൽ തന്നെ പോകണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നടക്കാണ്ട് കാറിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. അവിടെ പോയിട്ട് ഷോപ്പിൻ്റെ പുറത്ത് ഒട്ടുമിക്ക എല്ലാ ഷോപ്പിൻ്റെയും പുറത്ത് ഇങ്ങനെ ടോയ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പുറത്ത് പോകാൻ പ്രത്യേകിച്ച് റീസണൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ടോയ്സിലൊക്കെ കയറ്റി ഹെസ് ബേബിനെ കളിപ്പിച്ചിട്ടൊക്കെ കൊണ്ടുവരാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലായിരുന്നതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ടോയ്സിൽ ഹെസ് ബേബി ഇരിക്കാണ്ടായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2.5 മാസമായിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം കുറേ കാലത്തേക്ക് ശേഷം ഇതിലിരുന്നപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അവൾ തുറന്നു പിടിച്ച അതുവരെ അടച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവളുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും കാണാൻ വേണ്ടി പറ്റും. പിന്നെ അവൾ ചുറ്റും ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞും നോക്കുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഇതേപോലത്തെ ടോയ്സ് അവിടെ വേറെയും ഇരിപ്പുണ്ട്, അതിലും ഒക്കെ കയറണം എന്നാണ് അവൾ ഈ പറയുന്നത്. അപ്പോൾ ഒരു ദിർഹംസിൻ്റെ കോയിൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടോയ് ഇങ്ങനെ ഇളകാൻ തുടങ്ങും. അതിൻ്റോടൊപ്പം തന്നെ ഇങ്ങനെ പാട്ടൊക്കെ പാടാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഈ 2 ടോയ്സിലൊക്കെ ഇരുത്തി കളിപ്പിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്.